കഴിഞ്ഞ 8 മാസമായി തുടരുന്ന ശമ്പള നിഷേധത്തിൽ പ്രതിഷേധിച്ച് ജമാഅത്ത് ഇസ്ലാമി മുഖപത്രമായ മാധ്യമം ദിനപത്രത്തിലെ ജീവനക്കാർ വീണ്ടും സമരരംഗത്തിറങ്ങി. ഉത്രാടം നാളിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മുതലക്കുളത്ത് ധർണാ സമരം സംഘടിപ്പിച്ചു. CITU അഖിലേന്ത്യാ സെക്രട്ടറി KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്തും ശമ്പളം കിട്ടാത്ത അവസ്ഥ വന്നതോടെയാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ മാധ്യമ ദിനപത്രത്തിലെ ജീവനക്കാർ സമരരംഗത്തിറങ്ങിയത്. കേരള പത്രപ്രവർത്തക യൂണിയനും മറ്റു തൊഴിലാളി യൂണിയനുകളും പിന്തുണയുമായി സമരത്തിനൊപ്പമുണ്ട്. 8 മാസമായിട്ടും ശമ്പളം നിഷേധിക്കുന്ന മാധ്യമ മാനേജ്മെന്റിന്റെ നടപടി അപരിഷ്കൃതമാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത CITU അഖിലേന്ത്യാ സെക്രട്ടറി KN ഗോപിനാഥ് പറഞ്ഞു. ആ നിർദ്ദേശമായിട്ട് മാനേജ്മെന്റ് വരുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ 3 മാസം കുടിശ്ശിക ഓണത്തിന്റെ തലേ ദിവസം 2 ദിവസം മുമ്പ് നടന്ന ചർച്ചയ്ക്കകത്ത് അങ്ങനെ ട്രേഡ് യൂണിയനുകൾ 3 മാസം കുടിശ്ശിക ആവശ്യപ്പെടുന്നു. വളരെ പരിഹസിക്കുന്ന പോലെയാണ്. ഒരു പഞ്ചായത്ത് മെമ്പറുടെ മുമ്പിൽ പോലും ഒരു തൊഴിലുടമ, ഒരു ഇഷ്ടികക്കളത്തിലെ ഉടമ പോലും ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമെന്ന് ഞങ്ങളാരും കണക്കാക്കുന്നില്ല. ഇവിടെ ഇന്നത്തെ സമരം കഴിഞ്ഞാൽ, ഈ പട്ടിണിപ്പാച്ചിൽ കഴിഞ്ഞാൽ, ഈ സമരം കഴിഞ്ഞാൽ സെപ്റ്റംബർ 3-ാം തീയതി മുതൽ അനിശ്ചിതകാല പ്രക്ഷോഭത്തിലേക്ക് ഈ കൂലി കുടിശ്ശിക തീർത്ത് കിട്ടുന്നത് വരെ എന്നാലേ ആ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് കണക്കാക്കിക്കൊണ്ട് അനിശ്ചിതകാല പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. തുടർന്നാണ് തിരുവോണത്തലേന്ന് മാധ്യമ ദിനപത്രത്തിൽ ജീവനക്കാർ പട്ടിണി സമരം നടത്തിയത്. സെപ്റ്റംബർ 3-ന് മാധ്യമ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടങ്ങാനാണ് തീരുമാനം. കോഴിക്കോട് മുതലക്കുളത്ത് പ്രസ് ക്ലബിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ വിവിധ തൊഴിലാളി യൂണിയൻ നേതാക്കളും സംബന്ധിച്ചു. INTUC കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് K രാജീവൻ അധ്യക്ഷത വഹിച്ചു. AITUC ജില്ലാ സെക്രട്ടറി PK നാസർ, KUWJ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ്, സെക്രട്ടറി PK സജിത് തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.